ക്ലാസ് നയിക്കുന്നത് അഗ്രോകോപ്സ് റിസർച്ച് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ ശ്രീമതി കാവ്യ ബാലചന്ദ്രനാണ്. കാവ്യയെ ഞാൻ ക്ലാസ് തുടങ്ങുന്നതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അടുക്കളത്തോട്ടത്തിന്റെ പാർട്ട് 5 ആണ് വരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത് വെള്ളരി വർഗ വിളകളെ 2-3 പറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇന്ന് 2 വിളകളെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് മത്തനും പിന്നെ കുമ്പളവും. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണയായിട്ട് നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിലായാലും കാണുന്ന കീടങ്ങളും രോഗങ്ങളും അതിന്റെ നിയന്ത്രണ മാർഗവുമാണ്. അപ്പൊ ആദ്യം മത്തൻ നേരത്തെ പറഞ്ഞതിന്റെ പോലെ തന്നെയാണ്, കുറച്ച് വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ജനുവരി മാർച്ച് വരെയും സെപ്റ്റംബർ ഡിസംബർ വരെയാണ് അനുയോജ്യ സമയം. മത്തന്റെ വിത്ത് നമുക്കറിയാം കുറച്ച് കട്ട് കൂടിയതാണ്. അപ്പൊ നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് കുതിർത്തിട്ട് ഒന്ന് നടുന്നത് നല്ലതായിരിക്കും. എങ്കിൽ ജെർമിനേഷൻ ടൈം അധികം എടുക്കത്തില്ല, ഒരു 5-6 ദിവസം കൊണ്ട് തന്നെ അത് മുളച്ചു കിട്ടും. നമുക്കിത് പറിച്ചു നട്ടോ ഡയറക്റ്റ് ആയിട്ടോ മണ്ണിൽ നടാം. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ ആണ്. ഞാൻ ഫസ്റ്റ് ക്ലാസ് തൊട്ട് പറയുന്നതാണ്. ആദ്യം നമ്മൾ മണ്ണ് ചെയ്യേണ്ടത്, നമ്മൾ മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് pH ഏതെന്ന് നോക്കുക. കാരണം കേരളത്തിലെ മണ്ണ് അസിഡിറ്റി കൂടിയ മണ്ണാണ്. അതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് എത്രയാണോ അസിഡിറ്റി അതനുസരിച്ച് നമ്മൾ പച്ചക്കക്കപ്പൊടി ആഡ് ചെയ്തിട്ട് pH ബാലൻസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം സീഡിങ് പോട്രയിൽ കിളിർപ്പിച്ചിട്ടുണ്ടായിരിക്കും, അതായത് ഒരു 4 പരുവായിട്ടുണ്ടായിരിക്കും. അതിന് മുന്നേ തന്നെ നമ്മൾ ഗ്രോ ബാഗ് റെഡിയാക്കി വെക്കണം. അല്ലെങ്കിൽ മണ്ണിലാണെങ്കിൽ മണ്ണിൽ, അങ്ങനെ ഗ്രോ ബാഗിലാണെങ്കിൽ ഗ്രോ ബാഗിൽ. അപ്പം മണ്ണ് താപീകരിക്കുന്നത് നല്ലതാണ്. ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കും മുന്നേ സൂര്യപ്രകാശത്തിൽ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച മണ്ണ് കാണിക്കുന്നത് അതിലുള്ള കീടാണുവൊക്കെ ചത്തുപോകാൻ കുറച്ചുകൂടെ നല്ലതാണ്. അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടിയോ അവിടെ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് ഏതായാലും യൂസ് ചെയ്യാം. ചാണകപ്പൊടിയാണെങ്കിൽ ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടമാണെങ്കിൽ അത്, കോഴി വളയായാലും അത്. പിന്നെ വേപ്പ പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ ചേർക്കണം. വേപ്പ പിണ്ണാക്ക് ചേർക്കുന്നതൊക്കെ ഈ മത്തനിലൊക്കെ ആണെങ്കിൽ മത്തൻ വണ്ടുകൾ വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പം വേപ്പ പിണ്ണാക്കൊക്കെ നമ്മൾ നടുന്ന സമയത്ത് തന്നെ അടിവളമായിട്ട് ഇട്ട് നട്ടാൽ മത്തൻ വണ്ടുകളൊന്നും അധികം വരത്തില്ല. അതേപോലെ തന്നെ എല്ലുപൊടി. അടുത്ത ഇനങ്ങൾ അമ്പിളി എന്ന് പറയുന്നത് വെള്ളാനിക്കരയിലെ കാർഷിക സർവകലാശാലയുടെ ഹോർട്ടിക്കൾച്ചർ കോളേജ് വികസിപ്പിച്ചെടുത്ത വെറൈറ്റിയാണ് അമ്പിളി. ഇത് കൂടുതലും കേരളത്തിലെ കൃഷിക്ക് അമ്പിളിയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യാറ്. അടുത്ത സരസ് എന്ന് പറയുന്നതും വെള്ളാനിക്കര കാർഷിക സർവകലാശാല റിലീസ് ചെയ്ത വെറൈറ്റിയാണ്. അതേപോലെ തന്നെയാണ് സൂരജും സുവർണയും. പിന്നെ ജൈവവള പ്രയോഗങ്ങളാണ്. അപ്പം നമ്മൾ ഗ്രോ ബാഗ് റെഡിയാക്കി വെക്കുമെന്ന് വിചാരിക്കുക. ഇപ്പം 5-6 ദിവസം അല്ലെങ്കിൽ ചിലപ്പം 10 ദിവസമോ 12 ദിവസമോ ആവുമെന്ന് വെക്കും. ഇപ്പം ചിലപ്പോൾ സീഡ് മുളച്ചു വരാൻ 10-12 ദിവസം എടുത്തൊന്നും വരാം. നമ്മൾ എന്ത് ചെയ്യുക, എന്നിട്ട് കുറച്ചൊരു ഒന്നല്ല ഒരു 15-20 ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ മാറ്റി നടണം. മാറ്റി നടുന്ന സമയത്ത് ആദ്യമൊക്കെ വളപ്രയോഗങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്യൂഡോമോണസ് ലായനി ഒരു 10 ദിവസം കൂടുമ്പം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതായത് മണ്ണിൽ നിന്ന് വരുന്ന കീടാണുക്കളെയൊക്കെ സ്യൂഡോമോണസ് കൊല്ലും. അപ്പൊ സ്യൂഡോമോണസ് ലായനി ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ വള്ളികൾ പടർന്നു പിടിക്കുന്ന സമയത്തും പൂടുന്ന സമയത്തും വളം കൊടുത്തോണ്ടിരിക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ മത്തന് ഇഷ്ടം കമ്പോസ്റ്റ് രൂപത്തിലുള്ള വളങ്ങളാണ്. കാരണം വെള്ളരി, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞിരുന്നു, വെള്ളരി വർഗ്ഗ വിളകൾക്ക് എപ്പോഴും നനവ് വേണം. നനവ് കിട്ടുന്നതാണ് നമ്മൾ അഴുകി ചേർന്നിട്ടുള്ള കമ്പോസ്റ്റുകൾ. അപ്പം കമ്പോസ്റ്റുകൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കമ്പോസ്റ്റ് ഇടുമ്പോൾ ഏത് വളം ഇടുന്ന സമയത്ത് തന്നെ മണ്ണിളക്കിയിട്ടൊന്ന് ഇടുന്നത് നല്ലതായിരിക്കും. പിന്നെ വളങ്ങൾ ഇട്ടിട്ട് ഒന്ന് നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും തണ്ടിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് വേണം വളങ്ങൾ ഇട്ട് കൊടുക്കാൻ. ഡയറക്റ്റ് ആയിട്ട് അതിന്റെ വേരിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കരുത്. പിന്നെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ കൂടെ ഡൈലൂട്ട് ചെയ്തിട്ട് ഒരു 7 ദിവസമൊക്കെ പുളിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ 3-4 ദിവസം പുളിപ്പിച്ചിട്ട് അതിനെ നല്ലപോലെ ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അതേപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡ്സ്, അതായത് വന്ന പൂവ് കായായിട്ട് മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഫിഷ് അമിനോ ആസിഡ്. അപ്പൊ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്.
പിന്നെ ജൈവ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ. ഇപ്പം നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറയുകയാണ്, നമ്മൾ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. കീടം വന്നിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് കീടം വരാതിരിക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ആഴ്ചയിൽ നിങ്ങൾ ഒരു ദിവസം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ബിവേറിയ സ്പ്രേ ചെയ്യാം. ഇത് രണ്ടും നമ്മൾ ആഴ്ചകളിൽ ഉപയോഗിക്കുക തന്നെ. ഇത് കീടം കാണുന്നതിന് മുന്നേ തന്നെ നമ്മൾ യൂസ് ചെയ്യണം, എങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും. ഇപ്പം മത്തനിലാണെങ്കിൽ തന്നെ മുഞ്ഞ, വെള്ളീച്ച, ചിത്രകീടം പോലുള്ള കീടങ്ങൾ വളരെയധികം കാണുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും വിവേറി എന്ന് പറയുന്നത് ഒരു ബയോ ഫംഗിസൈഡ് ആണ്, ജൈവ കീടനാശിനിയാണ്. അത് നമുക്ക് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ മത്തൻ വളരുമ്പോ, കായ്കൾ ഉണ്ടാവുമ്പം തന്നെ കവറിട്ടോ കരിയില കൊണ്ടോ ഒന്ന് പൊതിഞ്ഞു വെക്കുന്നത് വളരെയധികം നല്ലതാണ്. അല്ലെങ്കിൽ കായ്ച്ചകൾ വന്ന് അതിനെ ആക്രമിക്കും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, മത്തനിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് മത്തൻ വണ്ടുകൾ. അപ്പൊ മത്തൻ വണ്ടുകൾ വരാതിരിക്കാൻ നമ്മൾ അത് അടിവളം ഇടുമ്പോ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നത് മത്തൻ വണ്ടുകളെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇടക്കാല പരിചരണം. നമുക്ക് മത്തന് നനവ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പുതയിട്ട് കൊടുക്കുക, കരിയിലകൾ കൊണ്ടോ. അതുമല്ല, അത് നിലത്താണല്ലോ പടർന്ന്, മത്തൻ എപ്പോഴും ഇഷ്ടം നിലത്ത് പടരുന്നതാണ്. ഇപ്പൊ ഗ്രോയാണെങ്കിൽ നമ്മൾ വള്ളികൾ പടർത്തി കൊടുക്കും, അതങ്ങനെ. പിന്നെ അപ്പം എപ്പോഴും പുതയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കരിയിലകൾ കൊണ്ടോ കടലാസുകൾ കൊണ്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ എന്താണോ അവൈലബിൾ അത് വെച്ചിട്ട് നമുക്ക് പുതയിട്ട് കൊടുക്കാം. പുതയിട്ട് കൊടുക്കുമ്പോൾ മോയ്സ്ചർ കണ്ടന്റ് എപ്പോഴും പ്ലാന്റ് കിട്ടും. കൂടുതൽ വെള്ളമൊന്നും ഇവോപ്പറേറ്റ് ചെയ്ത് പോകില്ല. അപ്പം എപ്പോഴും പുതയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മത്തനിലാണെങ്കിൽ തന്നെ എപ്പോഴും ഒരു വള്ളികൾ ഒരു അത്യാവശ്യം, അല്ലെങ്കിൽ മത്തൻ കുറച്ച് വളർന്നെന്ന് നമുക്ക് മനസ്സിലാവുന്ന ആ സമയത്ത് വരെ നമ്മൾ പാർശ്വവള്ളികൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കാകളുടെ സൈസ് എന്ന് പറയുന്നത് ഭയങ്കര അധികം കുറവായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ മത്തനിൽ നമുക്കറിയാം 2 തരം പൂക്കൾ ഉണ്ടാവുമല്ലോ, ആൺപൂക്കളും ഉണ്ടാവും, പെൺപൂക്കളും ഉണ്ടാവും. ആൺപൂക്കളുടെ എണ്ണം ആയിരിക്കും വളരെയധികം കൂടുതൽ പെൺപൂക്കളെ കാട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് തേനീച്ചകളാണ് പോളിനേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു പക്ഷേ തേനീച്ചകൾക്ക് പോളിനേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പൂക്കൊഴിച്ചിൽ ഉണ്ടാവുമല്ലോ. അപ്പം കുറെ പേര് ഇവിടെ വന്ന് ചോദിക്കുന്ന പ്രോബ്ലം ആണ് പൂക്കൊഴിച്ചിലിന് എന്താന്ന്. അപ്പം കറക്റ്റ് ആയിട്ട് പരാഗണം നടന്നില്ലെങ്കിൽ പൂക്കൊഴിച്ചിൽ ഉണ്ടാവാം. പിന്നെ എപ്പോഴും പരാഗണം മാത്രം റീസൺ ആയിരിക്കില്ല. ചിലപ്പം ടെമ്പറേച്ചർ ഇപ്പൊ നല്ല ചൂടായതുകൊണ്ട് അപ്പോഴും പൂക്കൾ കൊഴിഞ്ഞു പോവാം. അപ്പം പരാഗണം ഇപ്പം നമുക്ക് നടന്നെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് കൃത്യമായിട്ട് അതായത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമുക്ക് ചെയ്യാം. അതായത് ഇപ്പം ആൺപൂക്കളെ എടുത്തിട്ട് പെൺപൂക്കളുടെ അടുത്ത് കൊണ്ടുവന്ന് നമുക്കൊന്ന് ജസ്റ്റ് തട്ടിക്കൊടുക്കുമ്പോൾ അതിന്റെ പോളൻ ഗ്രെയിൻസ് പെൺപൂക്കളുടെ അകത്ത് വന്നിട്ട് അത് കായ് പിടിച്ചോളും. അങ്ങനെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ മത്തലിൽ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. നമുക്ക് കിട്ടുന്ന പൂക്കളൊക്കെ കായ്കളായിട്ട് മാറും. ആൺപൂക്കളും പെൺപൂക്കളും എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ, പെൺപൂക്കളിന്റെ അറ്റത്ത് ഇപ്പൊ മത്തനാണെങ്കിൽ മത്തനെ പോലെ ഒരു ചെറിയ ഒരു ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. ആൺപൂക്കളിൽ അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്യാന്ന്. ഇപ്പം വെള്ളരിക്കയാണെങ്കിൽ വെള്ളരിക്ക പോലെ ഒരു ആകൃതിയിൽ വന്നിട്ടായിരിക്കും അവിടെ പെൺപൂവ് ഉണ്ടാവുക, ആൺപൂവ് അല്ലാതെ ആയിരിക്കും. അതേപോലെ തന്നെ മത്തൻ പോലെ ഒരു ചെറിയൊരു രീതിയിൽ ഒരു മത്തം പോലെ വന്നിട്ടായിരിക്കും അടുത്ത് പൂവ് ഉണ്ടാവുക, അതായിരിക്കും പെൺപൂവ്. ആൺപൂവിനെ പറിച്ചുകൊണ്ട് വന്നിട്ട് അതിന്റെ പച്ച ഇതുപോലെ സെപ്പൽ എന്ന് പറയും, അതിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ പോളൻ ഗ്രെയിനിനെ ഒന്ന് അകത്തോട്ട് റബ് ചെയ്ത് ഫീമെയിൽ, അതായത് പെൺപൂവിന്റെ അകത്തോട്ട് പോളൻ ഗ്രെയിൻസിനെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ അത് പരാഗണം നടത്തിക്കോളും. അങ്ങനെ നടക്കുന്ന പൂവുകളെല്ലാം കായ്കളായിട്ട് മാറാറുമുണ്ട്. പിന്നെ വിളവെടുപ്പ് എന്ന് പറയുന്നത് വിതച്ച് നമുക്ക് 110 മുതൽ 120 ദിവസം ആവുമ്പോഴേക്ക് നമുക്ക് വിളവെടുക്കാം. ഇപ്പം മത്തങ്ങയുടെ തൊലി നല്ല കടുപ്പമുള്ള സമയത്താണ് നമ്മൾ മത്തങ്ങ വിളവെടുക്കേണ്ടത്. പിന്നെ മത്തങ്ങയുടെ നിറം മാറുമ്പോൾ പച്ചയിൽ നിന്ന് അത് മഞ്ഞയോ ഓറഞ്ചോ ആവും. പക്ഷെ ചില വെറൈറ്റീസ് പച്ച തന്നെ ആയിട്ടായിരിക്കും അത് വിളയുന്നത്. ആ ചില വെറൈറ്റീസ് ആണ്. കോമൺ ആയിട്ട് നമ്മൾ നോക്കുന്നത് മത്തയുടെ കളർ മാറുമ്പോൾ വിളവെടുക്കാൻ വേണ്ടിയിട്ട് പാകമാവും. അടുത്ത് കുമ്പളമാണ്. കുമ്പളം ഇതേപോലെ തന്നെ, ഇതെല്ലാം വെള്ളരി വർഗ്ഗ വിളയിൽപ്പെട്ടതായതുകൊണ്ട് എല്ലാത്തിനും ഏകദേശം പരിപാലനം സെയിം തന്നെയാണ്. ഇതും വിത്ത് വഴിയാണ് അത് പ്രവർത്തനം ചെയ്യുക. ജനുവരി മാർച്ച് വരെയും സെപ്റ്റംബർ ഡിസംബർ വരെയുമാണ് ഇതിന്റെ അനുയോജ്യ സമയം എന്ന് പറയുന്നത്.
ഇതിന്റെ നമ്മൾ വിത്ത് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നടുന്നത് വളരെയധികം നല്ലതാണ്. എങ്കിൽ നമുക്ക് വേഗം തന്നെ അത് കിളിർത്ത് കിട്ടും. പിന്നെ ഇതിന്റെ ഇനങ്ങൾ എന്ന് പറയുന്നത് ഇന്ദുവാണ്. റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ പട്ടാമ്പി റിലീസ് ചെയ്ത വെറൈറ്റിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള വെറൈറ്റിയാണ് ഇന്ദു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ KU ലോക്കൽ, ഇത് വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജ് റിലീസ് ചെയ്ത വെറൈറ്റിയാണ്. ഇത് മധ്യ കേരളത്തിൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള വെറൈറ്റിയാണ്. അതേപോലെ തന്നെ താര എന്ന് പറയുന്നതും RARS പട്ടാമ്പി റിലീസ് ചെയ്ത വെറൈറ്റിയാണ്. ഇത് പുരയിട കൃഷിക്കും വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിക്കും ശുപാർശ ചെയ്യുന്നു. അടുത്ത ജൈവവള പ്രയോഗങ്ങള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. നനവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ എപ്പോഴും കമ്പോസ്റ്റുകൾ വേണം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. കമ്പോസ്റ്റുകളാകുമ്പോൾ അഴുകി ചേർന്ന് അതിലൊരു ജലാംശം കാണും. അപ്പം നനവ് പോവാതിരിക്കാൻ നമുക്ക് പുതയിട്ടും കൊടുക്കാമല്ലോ. അതേപോലെ തന്നെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ചേർത്ത് കൊടുക്കുക. സീഡോമോണസ് ലൈന് നമ്മൾ 10 ദിവസത്തിൽ ഒരിക്കൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ജൈവ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാഴ്ചയിൽ ഒരു ദിവസം വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിവേറിയ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ കുമ്പളത്തിൽ വരുന്ന ഒരു രോഗമാണ് പൊടിക്കുമ്മിൾ രോഗം. ഇത് നമുക്ക് ഓർഗാനിക് ആയിട്ട് ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാര 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പൊടിക്കുമ്മിൾ രോഗത്തിനെ നിയന്ത്രിക്കാം. അതേപോലെ കുമ്പളത്തിൽ വരുന്നൊരു രോഗമാണ് ഫ്യുസേറിയം വാട്ടം എന്ന് പറയുന്നത്. ഫ്യുസേറിയം വാട്ടം എന്നത് 2 ടൈപ്പ് വാട്ടം ഉണ്ട്. അത് അടുത്ത് ഡിസീസിന്റെ കാര്യം പറയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഫ്യുസേറിയം വാട്ടം വന്നാൽ നമുക്ക് സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് വെള്ളത്തിൽ കലക്കി അതിന്റെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഫ്യുസേറിയം വാട്ടം വരാതിരിക്കാൻ ചെയ്യേണ്ടത്, നമ്മൾ എന്തായാലും ചാണകം ഇടുമല്ലോ. ചാണകം ഇടുമ്പോൾ നമ്മൾ ട്രൈക്കോഡെർമ ആഡ് ചെയ്തിട്ടുള്ള ചാണകങ്ങൾ ഇടാൻ ശ്രമിക്കുക. അതായത് ട്രൈക്കോഡെർമ നമ്മൾ ഒരു 1 കിലോ ചാണകം എടുക്കുന്നെങ്കിൽ ഒരു 3 മുതൽ 5 ഗ്രാം വരെ ട്രൈക്കോഡെർമ ആഡ് ചെയ്തിട്ട് ഒരു 5 ദിവസം ആ ചാണകം വച്ചേക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ ട്രൈക്കോഡെർമ അതിൽ കിടന്ന് വളർന്നോളൂ. എന്നിട്ട് ആ ചാണകം നമ്മൾ ഈ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഈ ഫ്യുസേറിയം വാട്ടം ഉള്ള ചെടികൾക്ക് വളരെയധികം നല്ലതാണ്. പിന്നെ ഇടക്കാല പരിചരണം, ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ കളകൾ എടുത്ത് കളയുക, പുതയിട്ട് കൊടുക്കുക. മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് ചെടിക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് പുതയിട്ട് മൾച്ചിങ് ചെയ്യാന്ന് പറയും. അത് നിങ്ങൾക്ക് എന്താണോ ഉള്ളത്, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലുള്ള ഇപ്പം വാഴയ്ക്കാണെങ്കിൽ വാഴക്കയുടെ തോലുകളാണെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കരിയിലയാണെങ്കിൽ കരിയില, അങ്ങനെ. പിന്നെ കടലാസ്, എന്താണോ നിങ്ങൾക്ക് ഉള്ളത് അത് വെച്ച് നമുക്ക് പുതയിട്ട് കൊടുക്കാം. പിന്നെ കറക്റ്റ് ആയിട്ട് ജലസേചനം, രാവിലെയും വൈകിട്ടും കറക്റ്റ് ആയിട്ട് ജലസേചനം. കുമ്പളത്തിനൊക്കെ ജലം നല്ലപോലെ ആവശ്യമാണ്. അങ്ങനെ 2 നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, വളപ്രയോഗത്തെ തുടർന്ന് മണ്ണിട്ട് നനച്ചു കൊടുക്കണം. എപ്പോഴും ഒന്ന് കിളച്ചിട്ട് വേണം വളങ്ങൾ ഇട്ട് കൊടുക്കാം. വളങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നനയ്ക്കുന്നത് നല്ലതാണ്. കുമ്പളം എന്ന് പറയുന്നത് നട്ട് 60 ദിവസം ആകുമ്പോഴേക്കും കുമ്പള വിളവെടുപ്പിന് പാകമാകും. നമ്മളിപ്പം എങ്ങനെയാണ് അത് മൂപ്പെത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ കൈനകം കൊണ്ട് കുമ്പളങ്ങയുടെ പുറത്തൊന്ന് അമർത്തിയാൽ അത് ഒന്ന് എളുപ്പത്തിൽ താന്നു പോയാൽ നമുക്ക് അറിയാൻ പറ്റും അത് വിളവെടുക്കാനായി എന്നുള്ളത്. അതാണ് അതിൻ്റെ ഒരു ഹാർവെസ്റ്റിംഗ് ഇൻഡെക്സ്. ഹാർവെസ്റ്റിംഗ് ഇതെന്ന് പറയുന്നത് അതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കൈനകം കൊണ്ട് തൊട്ടു പോകുമ്പോൾ അതൊന്ന് നമ്മൾ എളുപ്പത്തിൽ താഴ്ന്നു പോയാൽ മൂപ്പത്തിന്നാണ്, നമുക്ക് വിളവെടുക്കാൻ പാകമായി എന്നുള്ളതാണ്. അടുത്ത് പറയാൻ പോകുന്നത്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ അടുക്കള തോട്ടത്തിൽ തന്നെ കുറച്ചധികം കീടങ്ങളും രോഗങ്ങളും വരാറുണ്ട്. സാധാരണയായിട്ട് കീടങ്ങളും രോഗങ്ങളും വരാറുണ്ട്. ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് നല്ലപോലെ വരാൻ നല്ലധികം ചാൻസ് ഉണ്ട് കുറെ കീടങ്ങൾ. അങ്ങനത്തെ കുറച്ച് കീടങ്ങളെയും രോഗങ്ങളെയും പറ്റിയിട്ടാണ് അടുത്ത് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെയാണ് വെള്ളീച്ച. വെള്ളീച്ച എന്ന് പറയുന്ന വൈറ്റ് ഫ്ലൈ. ഇതിന്റെ ശാസ്ത്രീയ നാമം ബെമീസിയ ടബാസി എന്ന് പറയും. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം വേനൽക്കാലത്താണ് അത് പ്രധാനമായിട്ടും കാണുന്നത്. നമ്മുടെ ചെടികളുടെ ഇലയുടെ അടിവശത്താണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. കൂട്ടായിട്ടിരിക്കുന്ന ചെറിയൊരു ഒരു പ്രാണി പോലെ, ഒരു വെളുത്തൊരു പ്രാണിയാണ്. അതെന്ന് പറയുന്നത് സക്കിംഗ് പെസ്റ്റുകളാണ്. അതായത് പ്ലാന്റിന്റെ സാപ്പിനെ സക്ക് ചെയ്ത്, അതായത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണ് വെള്ളീച്ച എന്ന് പറയുന്നത്. ഇത്
കൂടുതലായി തക്കാളി, പച്ചമുളക്, വഴുതന ഇതിന്റെയൊക്കെ ഇതിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇത് പെട്ടെന്നാണ് ഇതിന്റെ പോപ്പുലേഷൻ കൂടുന്നത്. നമ്മൾ നല്ലപോലെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് വേഗം ചെടികളെ ഫുള്ള് അറ്റാക്ക് ചെയ്യും. അപ്പം നമ്മളിപ്പോ ആദ്യമേ തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും അല്ലെങ്കിൽ വേപ്പിള്ളി വെളുത്തുള്ളി സോപ്പ് മിശ്രിതവും അല്ലെങ്കിൽ വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആദ്യമേ സ്പ്രേ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം. കുറെ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ പിന്നെ നമുക്ക് അത് കെമിക്കൽ ഇമിഡാക്ലോറോപിഡ് പോലുള്ള കെമിക്കൽസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആദ്യമേ നമുക്ക് കുറച്ച് പ്രിക്വേഷൻസ് എടുക്കാം. പെസ്റ്റുകൾ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതങ്ങൾ വേപ്പധിഷ്ഠിതമായിട്ടുള്ള ജൈവ കീടനാശിനികൾ നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് നമ്മളിപ്പം പച്ചക്കറി നട്ടിട്ട് ഒരു ചെടിയിൽ മാത്രമേ വന്നിട്ട് അതിനെ മാത്രം പരിപാലിച്ചിട്ട് കാര്യമില്ല. അതിന്റെ അടുത്ത ചെടിയിലും ഇതേപോലെ അറ്റാക്ക് ഉണ്ടെങ്കിൽ അത് വീണ്ടും ഇപ്പുറത്ത് തന്നെ വരുമല്ലോ. അതുകൊണ്ട് എല്ലാ ചെടികൾക്കും ഒന്ന് കെയർ കൊടുക്കുന്നതും എല്ലാ ചെടികളെയും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ്. അതേപോലെ തന്നെ ഈ ചെടികൾ ഞാൻ നേരത്തെ പറഞ്ഞു നീരൂറ്റി കുടിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ മുരടിച്ചു പോകും. മുളകിലൊക്കെ ആണെങ്കിൽ വെള്ളീച്ചകൾ വന്ന് നമുക്കിപ്പം കീടബാധയുള്ള ചെടിയാണെങ്കിൽ നമുക്ക് നോക്കി അറിയാം ഇലകളുടെ അടിവശത്ത് ഇതേപോലെ വെളുത്തിട്ടുള്ളത്, ഇതാണ് പിക്ചർ വരുന്നത്, ഇതേപോലെ വെളുത്തിട്ടുള്ള പ്രാണികൾ അതിന്റെ അടിയിൽ ഇരിക്കുന്നത് കാണാം. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇത് ചത്തുപൊക്കോളും. അതേപോലെ തന്നെ ഇതിന് നിയന്ത്രണ മാർഗങ്ങളുണ്ട്. ആദ്യം തന്നെ പ്രിക്വേഷൻ ആയിട്ട് ഞാൻ പറഞ്ഞു വേപ്പധിഷ്ഠിതമായിട്ടുള്ള ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക. അതൊരു പരിധി വരെ നമ്മുടെ തോട്ടങ്ങളെ വെള്ളീച്ചകളെ നിന്ന് അകറ്റും. ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഭയങ്കര അധികം ഹൈലി പോപ്പുലേറ്റഡ് ആവാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. നമുക്ക് വെള്ളീച്ചകൾ ഉണ്ടെങ്കിൽ വെർട്ടിസീലിയം, അതും ഒരു ഫംഗിസൈഡ് ആണ്, ബയോ പെസ്റ്റിസൈഡ് ആണ്. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇലകളുടെ 2 വശത്തും വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. വെറുതെ ആ ചെടിയുടെ അടിയിലത്തെ വശത്തായിരിക്കും വെള്ളീച്ച കാണുന്നത്, ചെന്ന് മുകളിൽ മാത്രം സ്പ്രേ ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല. ഫോഴ്സിൽ 2 സൈഡിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേ നേരത്തെ പറഞ്ഞതുപോലെ വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം, അതായത് വേപ്പധിഷ്ഠിതമായിട്ടുള്ള ഏത് ജൈവ കീടനാശിനികൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അടുത്ത് നമുക്ക് ലൈറ്റ് ട്രാപ്സുകൾ കിട്ടും, മഞ്ഞക്കണികൾ. അതെന്ന് പറയുന്നത് മഞ്ഞ കളറിലോട്ട് അത് ആകർഷിച്ച് അവിടെ പോയി ഇരിക്കുമ്പോൾ അതിൽ ഒരു ഇത് കാണും, ജെല്ല് പോലെ, അതിൽ ചെന്ന് ഒട്ടിപ്പിടിച്ചോളും. അതൊരു നല്ല മാർഗ്ഗമാണ്. സ്റ്റിക്കി ലൈറ്റ് ട്രാപ്സ് എന്നാണ് പറയുക. അടുത്തതെന്ന് പറയുന്നത് അഫിഡ്സ് ആണ്, മുഞ്ഞ. പയറിലൊക്കെ മുഞ്ഞകൾ വരാൻ ഭയങ്കര അധികമായിട്ടുള്ള പയറിലും ഒരു പെസ്റ്റ് ആണ് മുഞ്ഞ എന്ന് പറയുന്നത്. ഇതിന്റെ ശാസ്ത്രീയ നാമം അഫീസ് ഗോസിപ്പി എന്നാണ്. ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ചുവട്ടിൽ കണ്ടിട്ട് ഇലയുടെ തണ്ടിൽ നിന്നും സത്ത് വലിച്ചു കുടിക്കും. ഇതും സക്കിംഗ് പെസ്റ്റ് തന്നെയാണ്. നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുക. അത് നീരൂറ്റി കുടിക്കുമ്പോൾ തന്നെ ചെടികൾ ഉണങ്ങാനും ഹരിതവർണ്ണ നഷ്ടം, അതായത് ഗ്രീൻ പിഗ്മെന്റ് കുറഞ്ഞു വരും പ്ലാന്റിന്റെ. പിന്നെ പെൺകീടങ്ങൾ തണ്ടിലും ഇലയുടെ നടുവിലും ഞരമ്പിലും മുട്ടയിട്ട് അധികം കേടുപാടുകൾ ഉണ്ടാക്കുന്നു. ഇതെന്ന് പറയുമ്പോൾ അഫിഡ് അറ്റാക്ക് ചെയ്യുമ്പോൾ എന്നുള്ളൊരു ഇതെന്ന് വെച്ചാൽ ഇതൊരു തേൻ സ്രവങ്ങൾ ഇത് പുറപ്പെടുവിക്കുക. അതായത് ഒരു ഹണി ഡ്യൂ എന്ന് പറയുന്ന സെക്രീഷൻസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സെക്രീഷൻസ് കാരണം അടുത്ത സ്യൂട്ടിമോഡ് എന്ന് പറയുന്നുള്ള ഒരു അഴുക്ക് പുരണ്ട ഒരു അകാരണങ്ങളും ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പം നമ്മളെ പയറിലൊക്കെ ആണെങ്കിൽ കൂടുതലും കറുത്ത മുഞ്ഞകളാണ് വരുന്നത്. ഇപ്പം നിയന്ത്രണ മാർഗങ്ങളുണ്ട്. അതിന് നമുക്ക് നീര് എവിടെയൊക്കെ മീറെന്നാ പറയുന്നത്, മീറിന് നമുക്ക് ചെടിയിലേക്ക് കയറ്റി വിട്ടാൽ ഇത് മുഞ്ഞയെ തുരത്തിക്കോളും. പിന്നെ നമുക്ക് പഴയൊരു ബ്രഷോ എന്തെങ്കിലും ഹാൻഡ് സ്പ്രേയറോ ഉണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സിൽ, ഇപ്പൊ ഹാൻഡ് സ്പ്രേ ആണെങ്കിൽ ഫോഴ്സിൽ നമ്മൾ വെള്ളം അടിച്ചാൽ കുറേയൊക്കെ അതങ്ങ് പൊക്കോളും. അല്ലെങ്കിൽ ഒരു ബ്രഷ് എടുത്ത് വെച്ച് ചെറുതായിട്ട് നമ്മളൊന്ന് തൂട്ട് കൊടുത്താലും പോവും. അടുത്തൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം നമ്മൾ ഇലയുടെ അടിയിലും തണ്ടിലും എല്ലാ സ്ഥലത്തും തെളിയിക്കണം. അപ്പൊ തെളിയിക്കുമ്പം വെയിൽ വരുമ്പം ഈ കഞ്ഞിവെള്ളം ഉണങ്ങിക്കോളും. ആ ഉണങ്ങുന്ന സമയത്ത് തന്നെ ഈ സൂട്ടി മോൾഡ് പോലത്തെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൂട്ടി മോൾഡ് ഉണ്ടാവുന്നു, സൂട്ടി മോൾഡും ഈ മുഞ്ഞുകളെല്ലാം കൂടെ ഇളകിപ്പൊക്കോളും. അടുത്തൊരു മാർഗം എന്ന് പറയുന്നതാണ് പുകയില കഷായം.
പിന്നെ നമുക്ക് വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികളെല്ലാം ഉപയോഗിക്കാം. അതേപോലെ തന്നെ ബിവേറിയ ബാസിയന എന്ന് പറഞ്ഞിട്ടുള്ളത് ജൈവ കീടനാശിനി, അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം മുന്നേ തുരത്തിക്കോളും. അടുത്തായിട്ടുള്ള ഒരു ജൈവ കീടനാശിനിയാണ് നന്മ എന്ന് പറയുന്നത്. ഇത് CTCRAയിൽ ട്രിവാൻഡ്രത്തുള്ള CTCRA, അതായത് കിഴങ്ങ് ഗവേഷണ കേന്ദ്രം മരിച്ചീനിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ജൈവ കീടനാശിനിയാണ് നന്മ. ഈ നന്മ മുഞ്ഞയ്ക്ക് വളരെയധികം എഫക്റ്റീവ് ആണ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അടുത്തുള്ളതാണ് മീലി മുട്ട എന്ന് പറയുന്നത്, മീലി ബഗ്സ്. ഇതും മറ്റേത് പോലെ തന്നെ സക്കിംഗ് പെസ്റ്റ് ആണ്, അതായത് ചെടിയുടെ സ്രവമാണ് അത് വലിച്ചെടുക്കുന്നത്. ഇത് ഇലകളുടെ അടിവശത്തായി കാണപ്പെടുന്നു. കൂടാതെ നീരൂറ്റി കുടിച്ച് ഇല മുരടിക്കുന്നു. ഇതും ഇലയുടെ അടിവശത്താണ്. എപ്പോഴും നമ്മൾ അടുക്കളത്തോട്ടത്തിൽ പോകുമ്പോൾ ഇലകളുടെ മുകളിൽ പോയി നോക്കിയിട്ട് ഒരു കീടങ്ങളും ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഇലയുടെ 2 വശത്തും, കാരണം ഒരുപാടധികം കീടങ്ങൾ അടിവശത്താണ് ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ വെള്ളീച്ചയും അതേപോലെ ഇപ്പൊ മീലിമൂട്ടയെല്ലാം നമ്മുടെ ഇലകളുടെ അടിവശത്താണ് ഉള്ളത്. ഇത് ചെടിയുടെ ഭാഗങ്ങളിൽ കറുത്ത ചാരത്തിലുള്ള പൂക്കൾ വളരാൻ സഹായിക്കുന്ന തേൻ ഇതും ഹണിഡ്യൂ പോലുള്ള സെക്രീഷൻസ് പുറപ്പെടുവിക്കും. ഈ ഹണിഡ്യൂ എന്ന് പറയുന്നത് ഭയങ്കര തേൻ പോലെ മധുരമുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പൊ അത് ഉറുമ്പുകൾ വരാനും വളരെയധികം ചാൻസ് ആണ്. ഈ മീലിമൂട്ട വരുമ്പം തന്നെ ഇലകൾ മഞ്ഞ നിറമായി പോവുകയും അങ്ങനെ കുറെ കഴിയുമ്പോൾ ചെടി നശിച്ചു പോവുകയും ചെയ്യും. ഇതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്ന് വെച്ചാൽ വെർട്ടിസീലിയോ എന്ന് പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ വേപ്പെണ്ണ, വെളുത്തുള്ളി, സോപ്പ് മിശ്രിതം നമുക്ക് ഉപയോഗിക്കാം. പുകയില കഷായം, നേരത്തെ നന്മയാണ് പറഞ്ഞത്. നമുക്ക് മീലി ബഗിന് ശ്രേയ നന്മ, ഇത് രണ്ടും CTCRA തന്നെ നേരത്തെ പറഞ്ഞതുപോലെ. ഇത് രണ്ടും മരിച്ചീനിൽ നിന്നുള്ള ജൈവ കീടനാശിനിയാണ്. ഇത് രണ്ടും എഫക്റ്റീവ് ആണ് മീലി ബഗ്സിന്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ 3 പെസ്റ്റ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്ത് നമുക്ക് രോഗങ്ങൾ നോക്കാം. രോഗങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ബാക്ടീരിയൽ വാട്ടം എന്ന് പറയുന്നത്. നമുക്ക് വാട്ടരോഗം എന്താണെന്ന് അറിയാം, പക്ഷെ വാട്ടരോഗം തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. ബാക്ടീരിയൽ വിൽട്ട് ഉണ്ട്, ഫ്യുസാരിയം വിൽട്ട് ഉണ്ട്, വെർട്ടിസീലിയം വിൽട്ട് ഉണ്ട്. ഇത് 3ഉം ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മൾ എന്ത് വാട്ടരോഗം എന്ന് വിചാരിക്കുമ്പോൾ നമ്മളെല്ലാം വിചാരിക്കുക എല്ലാം ഒന്നാണെന്ന്. ഒരിക്കലും അല്ല. ബാക്ടീരിയൽ വാട്ടം എന്ന് പറയുന്നത് മുകളിൽ നിന്ന്, അതായത് ഇലയിൽ നിന്നാണ് റൂട്ടിലോട്ട് പോകുന്ന ഡിസീസ്. ആദ്യം നമുക്ക് ഇലകളിലായിരിക്കും അതിന്റെ ലക്ഷണങ്ങൾ കാണുന്നത്, പിന്നെ ആയിരിക്കും അത് റൂട്ടിലോട്ട് പോകുന്നത്. പക്ഷെ ഫ്യുസാരിയം വിൽട്ട് അല്ലെങ്കിൽ വെർട്ടിസീലിയം വിൽട്ട് നേരെ തിരിച്ചായിരിക്കും. റൂട്ടിൽ നിന്ന് ആണ് അത് തുടങ്ങുന്നത്, എന്നിട്ടാണ് അത് ലീഫിൽ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് ബാക്ടീരിയൽ വാട്ടത്തെ പറ്റിയിട്ടാണ്. അതിന്റെ സയന്റിഫിക് നെയിം സീഡോമോണസ് സൊലാനൈസിയം എന്നാണ്. പക്ഷെ ഇത് സ്പീഷീസ്, അതായത് പ്ലാന്റ് അനുസരിച്ച് ഇതിന്റെ സയന്റിഫിക് നെയിം മാറും. ഞാൻ ഇത് ടൊമാറ്റോയുടെ സയന്റിഫിക് നെയിമാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് താരതമ്യേന ഉയർന്ന മണ്ണിലെ ഈർപ്പവും അതായത് നമ്മുടെ ടെമ്പറേച്ചർ കൂടുമ്പോഴും നമ്മുടെ ഹ്യൂമിഡിറ്റി കൂടുമ്പോഴും ഈ മണ്ണിലെ സോയിൽ ഹ്യൂമിഡിറ്റിയും മണ്ണിന്റെ താപനിലയും കൂടുമ്പോഴാണ് നമ്മളെ മണ്ണില് അല്ലെങ്കിൽ ഈ രോഗം ചെടികളെ അറ്റാക്ക് ചെയ്യുന്നത്. സാധാരണ വളർന്നു വരുന്ന ചെടികൾ വേഗത്തിൽ പൂർണ്ണമായി, അതായത് നമ്മൾ ചെടികൾ വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുമല്ലോ, പക്ഷെ വാട്ടരോഗം വന്നാൽ പെട്ടെന്ന് തന്നെ വളരുന്നതിന്റെ സ്പീഡിനെക്കാളും അത് വാടി നശിച്ചു പോകാൻ ഭയങ്കര ഇതാണ്. അതേപോലെ തന്നെ താഴത്തെ ഇലകൾ വാടിപ്പോകുന്നതിന് മുമ്പ് ഇലകൾ കൊഴിഞ്ഞു പോകും. ഒരു സ്ട്രോങ് അല്ലാത്ത രീതിയിലായിരിക്കും നിൽക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു ലക്ഷണം എന്ന് പറയുന്നതാണ് ബാക്ടീരിയൽ യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അതായത് നമ്മളിപ്പം ഈ ബാക്ടീരിയൽ വാട്ടം വന്ന ഒരു ചെടിയുടെ ഇപ്പൊ തണ്ടോ ഏതെങ്കിലും എടുത്തിട്ട് മുറിച്ചിട്ട് നമ്മളത് വെള്ളത്തിൽ മുക്കി നോക്കുമ്പം തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിലൊരു കറ പോലെ വരുന്നത് കാണാം. അതിന്റെ ലക്ഷണം എന്ന് പറയുന്നതാണ് ബാക്ടീരിയൽ വാട്ടം. അതായത് ഒരു ബാക്ടീരിയൽ ഡിസീസസ് ആണ്. അതിൽ നിന്ന് നമുക്കൊരു കറ പോലെ വരും. മറ്റതിൽ അതങ്ങനെ ഫ്യുസാരിയം വിൽട്ടില് അങ്ങനെ കറ പോലെ വരത്തില്ല, ബാക്ടീരിയൽ വിൽട്ടിലാണ് വരുന്നത്. അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഏത് വാട്ടോ എന്നുള്ളത്. അപ്പം നമ്മളിപ്പം ഒരു തണ്ടെടുത്തിട്ട് മുറിച്ചിട്ട് വെള്ളത്തിൽ നോക്കുമ്പോൾ അതിൽ കൂടെ ഒരു കറയാണ് വരുന്നതെങ്കിൽ, ഒരു വെളുത്ത കറയാണ് വരുന്നതെങ്കിൽ അത് ബാക്ടീരിയൽ വാട്ടമാണ്. അതിനെയാണ് നമ്മൾ ബാക്ടീരിയൽ ഊസ് എന്ന് പറയുന്നത്. പിന്നെ ഈ രോഗം കൂടുതലായിട്ട് കാണപ്പെടുന്നത് തക്കാളി, വഴുതന, അതായത് വഴുതന വർഗ്ഗപ്പെട്ടതിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും ഇതിനെ അടുത്തടുത്ത് നടുകയോ അതേപോലെ തന്നെ തക്കാളി നട്ട ഗ്രോ ബാഗിൽ വഴുതന നടാനൊന്നും നോക്കരുത്. കാരണം പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ പടർന്നു പിടിക്കും. അതേപോലെ തന്നെ ഏറ്റവും ചെയ്യേണ്ട ഒരു പ്രിക്വേഷൻ എന്നുള്ള രീതിയിൽ സോയിൽ സോളറൈസേഷൻ ചെയ്യുക, മണ്ണ് താപീകരിക്കുക. എപ്പോഴും
നടുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കും മുന്നേ ഒരു 2 ആഴ്ചയെങ്കിലും മണ്ണ് സൂര്യപ്രകാശത്ത് നമ്മൾ വെയിൽ കൊള്ളിക്കുന്ന വളരെയധികം നല്ലതാണ്. കാരണം എങ്കിൽ അതിൽ എന്തെങ്കിലും കീടാണു ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചത്തുപോകും. അതേപോലെ തന്നെ ഒരിക്കലും ഒരു ക്രോപ്പ് തന്നെ നട്ടോണ്ടിരിക്കരുത്. ക്രോപ്പ് റൊട്ടേറ്റ് ചെയ്യുക. അതായത് ഒരിക്കൽ തക്കാളി നടുന്നെങ്കിൽ അടുത്ത് പയറ് നടുക. ഒരേ ഫാമിലിയിലുള്ള വിളകൾ ഒരേ ഗ്രോ ബാഗിൽ നടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിയന്ത്രണ മാർഗങ്ങൾ ഇതാണ്. പിന്നെ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ നമ്മൾ വിത്ത് വാങ്ങിക്കുമ്പോൾ നല്ല ഡിസീസിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് നടാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണ് താപീകരിക്കുക. പിന്നെ വാട്ടത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സ്യൂഡോമോണസ് ആണ്. സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ചുവട്ടിലും ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അടുത്ത രോഗം എന്ന് പറയുന്നത് ചൂർണ്ണ പൂപ്പു രോഗം എന്നാണ്. അതായത് പൗഡറി മിൽഡ്യൂ എന്ന് പറയും. ഇത് വഴുതനയിൽ പൗഡറി മിൽഡ്യൂ വരുന്നതിന്റെ ലക്ഷണമാണ്, ഫോട്ടോയാണ് കൊടുത്തേക്കുന്നത്. സാധാരണയായി ഇലകള്, തണ്ടുകൾ, ചിലപ്പോൾ കായകൾ എന്നിവയെല്ലാം ബാധിക്കുന്നതാണ് ഈ പൗഡറി മിൽഡ്യൂ എന്ന് പറയുന്നത്. നമുക്ക് വെളുത്ത പാട്, പൊടി രൂപത്തിലുള്ള പാട് നമുക്ക് ഇതിൽ ചെടിയിൽ കാണാൻ പറ്റും. ഈ പൗഡറി മിൽഡ്യൂ ആണ് ഉണ്ടാവുന്നതെങ്കിൽ പൊതുവെ ഇലകളുടെ മുകൾ ഭാഗത്താണ് ഇത് ഉണ്ടാകുന്നെങ്കിൽ അത് അടിവശത്തും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എപ്പോഴും എന്തെങ്കിലും കീടം അറ്റാക്ക് ചെയ്യുന്ന ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി 2 വശത്തും നോക്കാം. ഇലകളുടെ മുകളിലും ശ്രദ്ധിക്കണം, ഇലകളുടെ അടിഭാഗത്തും ശ്രദ്ധിക്കണം. ഇത് അറ്റാക്ക് ചെയ്യുമ്പം നമുക്ക് ഫോട്ടോസിന്തസിസ് ചെടിക്ക് നടക്കത്തില്ല. ഫോട്ടോസിന്തസിസ് നടന്നില്ലെങ്കിൽ ചെടികൾക്ക് ആഹാരം കിട്ടൂല, നശിച്ചു പോകും. അതുകൊണ്ട് അതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ നമുക്ക് ജൈവ നിയന്ത്രണം ഉണ്ട്, രാസനിയന്ത്രണം നമുക്ക് ചെയ്യാം. ജൈവ നിയന്ത്രണം എന്ന് പറയുന്നത് നമുക്ക് വേപ്പെണ്ണ അടിസ്ഥാനമാക്കിയിട്ടുള്ള ജൈവ കീടനാശിനി നമുക്ക് ഉപയോഗിക്കാം. അതായത് നേരത്തെ പറയുന്നത് വേപ്പെണ്ണ 5 ml എടുത്തിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വേപ്പെണ്ണ, വെളുത്തുള്ളി, ആവണക്കെണ്ണ മിശ്രിതം നമുക്ക് തളിക്കാം. അല്ലെങ്കിൽ വേപ്പെണ്ണ, വെളുത്തുള്ളി, സോപ്പ് മിശ്രിതം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വേപ്പിൻ കുരു സത്ത് നമുക്ക് അങ്ങനെ എടുത്തിട്ട് അത് ഉപയോഗിക്കാം. അതൊക്കെയാണ് ജൈവ നിയന്ത്രണ മാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീട. അടുത്ത് നമുക്ക് ബേക്കിംഗ് സോഡ ഉണ്ട്, അതായത് അപ്പക്കാരം. അത് നമ്മൾ 5 ഗ്രാം, അതായത് കൂടുതൽ അപ്പക്കാരം എടുക്കരുത്, ചെടി കരിഞ്ഞു പോവും. ബേക്കിംഗ് സോഡ ഒരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം പൊടിക്കുമ്പോ രോഗം നിയന്ത്രിച്ചോളും. ഇനി കൂടുതലായിട്ടും വരുകയാണെങ്കിൽ നമുക്ക് വെറ്റബിൾ സൾഫർ അടങ്ങിയിട്ടുള്ള കെമിക്കൽസ് കിട്ടും. ആ കെമിക്കൽസ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 2 ഡിസീസസായി ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം നമ്മളിപ്പോ ക്ലാസ് തുടങ്ങുന്നല്ലേ ഉള്ളൂ, എല്ലാം കൂടെ എടുത്താലും നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ ഞാൻ ഇപ്പം 3 കീടങ്ങളെ പറ്റിയിട്ടും 2 ഡിസീസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് കൂടുതലായിട്ടുള്ളത് അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. അടുക്കളത്തോട്ടം പാർട്ട് 5 കഴിഞ്ഞിരിക്കുകയാണ്. കുറേയധികം ഇൻഫർമേഷൻസ് കാവ്യ പറഞ്ഞിട്ടുണ്ട്. പതിവ് ക്ലാസ്സുകളിൽ പറയുന്നത് പോലെ തന്നെ ഇതിന്റെ റെക്കോർഡഡ് സെഷൻസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഡൗട്ട്സ് വേണമെങ്കിലും ഈ കർഷക കൂട്ടായ്മയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക. അതിനേക്കുള്ള അപ്ഡേഷൻസ് കൃത്യമായി മനസ്സിലാക്കുക. ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ ടെക്നിക്കൽ ടീം മനസ്സിലാക്കി തരുന്നതായിരിക്കും. അത് ക്ലാസ് വളരെ ചെറിയ ഒരു ടൈം പീരീഡിലാണ് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പം വീണ്ടും ഇതിന്റെ റെക്കോർഡ് സെഷൻസ് കണ്ട് ഒരുപാട് കാര്യങ്ങൾ കാവ്യ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറേയധികം ടെക്നിക്കൽ ടേംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളുടെ എല്ലാം വീണ്ടും കണ്ടു നോക്കുന്നതിന് ഇതിന്റെ റെക്കോർഡ് സെഷൻസ് ഉടനെ തന്നെ ഇതിനകത്തേക്ക് അവൈലബിൾ ആയിരിക്കും. നന്ദി.